ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ തന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് അവൻ നിരപ്പ് വരുത്തിയെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ നമ്മെ എത്ര അധികമായി രക്ഷിക്കും. അപ്പൊ എത്ര അധികമായി എന്നുള്ളത് ഷോസ് എ ഡിഗ്രി, മെഷർമെന്റ്, സംതിങ് മെഷറബിൾ, അളക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ രക്ഷയുടെ ഒരു മെഷറിനെ കുറിച്ച് അവിടെ പറയാം. വി ആർ ഓൾ ബോൺ അഗെയിൻ, ബട്ട് ആ ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന അനുസരിച്ച് നമുക്കൊരു രക്ഷയുടെ ഒരു ഡിഗ്രി ഉണ്ടാകുന്ന ആ വർധനവിനെ കുറിച്ചാണ് ആ വാക്യം പറയുന്നത്. അപ്പൊ അവിടെ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ലക്ഷ്യമല്ല, നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന മാർഗമാണ്. അല്ലെങ്കിൽ നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ബിഗിനിങ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. ജീവനിലൂടെയാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവനിലേക്ക് പോവുകയല്ല, ജീവനിലൂടെ നടന്ന് നമ്മൾ രക്ഷയിലേക്ക് പോവുകയാണ്. അതാണ് തന്റെ ജീവനാൽ നമ്മെ എത്ര അധികമായി രക്ഷിക്കുന്നു. ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻഡ് പ്രോഡക്റ്റ് അല്ല. ലൈഫ് എന്ന് പറയുന്ന ആ ക്രിസ്തുവിന്റെ ജീവൻ, നമ്മളിൽ പകർത്തപ്പെടുന്ന ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മുടെ രക്ഷയുടെ ആധാരമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനമായിരിക്കും. അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് ഈ ജീവനെ കുറിച്ചുള്ള 1-2 പാഠങ്ങൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ 7:13-14 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിലെ കടക്കുന്നവർ അനേകരമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പൊ ജീവനിലേക്കുള്ള വാതിൽ എന്ന് പറയുന്നത് നമ്മൾ അവസാനം എത്തുന്ന ആ ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഓരോ സെക്കൻഡിലും നമുക്ക് ഈ വാതിൽ, വിശാലമായതും ഇടുങ്ങിയതുമായ വാതിലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ സമയത്തും അതുണ്ട്, എപ്പോഴും ഉണ്ട്. ജീവനിലേക്കുള്ള നമ്മുടെ ആ ഒരു പ്രവേശനം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് an end product, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലൈഫ്. അതൊരു ലൈഫ് പ്രോസസ്സാണ്, നമ്മുടെ ജീവന്റെ ഒരു നടപടിയാണ്. ഓരോ സമയത്തും നമ്മൾ ഇടുക്ക് വഴി കയറി ജീവൻ കണ്ടെത്തുക. ആ ജീവന്റെ സമൃദ്ധി നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെയാണ്, ആ ഇടുക്ക് വഴിയിലാണ് അത് നമ്മൾ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇടുക്ക് വഴിയെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം പ്രയോജനപ്പെടും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ ചർച്ചയിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണെന്നും വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുൾ അതിനെ പിടിച്ചടക്കിയില്ല എന്നൊക്കെ നമുക്കറിയാം. അതായത് നമ്മുടെ കർത്താവിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇരുളിനെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ ഇതേ കാര്യങ്ങളുണ്ട്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അവനെ കൈക്കൊണ്ട് എന്നൊരു പ്രയോഗമുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ. ഈ കൈക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് കർത്താവ് വാതിക്കൽ, ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു, വാതിലൊന്ന് തുറന്നു കൊടുത്താൽ നമുക്ക് കർത്താവ് അകത്ത് കയറിയിരിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവ് ഇരിക്കും. ഇതൊരു ഐഡലാട്രിയുടെ ഒരു ഇമേജാണ്. അതായത് ക്രിസ്തു ഒരു വ്യക്തിയായിട്ട് വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടുകയും നമ്മൾ ദയവ് തോന്നി അത് തുറന്നു കൊടുക്കുകയും കർത്താവ് അങ്ങനെ അകത്ത് വന്ന് നമ്മുടെ ഒരു സുഹൃത്തായിട്ട് അങ്ങനെ ഇരുന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും, അങ്ങനെ ഒരു ഇമേജാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. നമുക്ക് പലപ്പോഴും എന്നൊക്കെ പറയുമ്പം എനിക്ക് അങ്ങനെ തോന്നുമായിരുന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിന് ഒരിക്കലും അവൻ ഹ്യൂമൻ ഫോമിലൂടെ വന്നു, പൂർണ്ണ മനുഷ്യനായി ഇവിടെ ജീവിച്ചു, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് ഇവിടെ ജീവിച്ചു. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവൻ ഇപ്പോൾ തേജസ്കരിക്കപ്പെട്ട പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കണ്ടപ്പോൾ ബോധം കെട്ടുപോകുന്ന അത്ര മഹത്വത്തിൽ ജീവിക്കുന്ന പുത്രനാണ്. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ ഒന്നും മുട്ടുന്നില്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ ഒന്നും മുട്ടുന്നില്ല. ലവോദിക്ക സഭയുടെ വാതിലാണ് മുട്ടുന്നത്. ലവോദിക്ക സഭയുടെ വാതിൽ മുട്ടാൻ കാരണം സഭയ്ക്കകത്ത് ക്രിസ്തു ഇല്ല, സഭയ്ക്ക് വെളിയിലാണ്, അതുകൊണ്ടാണ് മുട്ടുന്നത്. അപ്പോൾ കർത്താവ് പറയുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് തുറന്നാൽ ഞാൻ അവൻ്റെ കൂടെ. അപ്പം ഈ സാൽവേഷനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്റെ ഒരു ഡിസിഷൻ ടു ഓപ്പൺ ദ ഡോർ, അതാണ് എന്നെ രക്ഷിക്കുന്നതെന്നാണ്. അതായത് ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഡോർ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ ഡോർ തുറന്നു കൊടുക്കുന്ന എന്റെ ഒരു ഡിസിഷൻ, ആ ഡിസിഷനാണ് എന്നെ രക്ഷിക്കുന്നത്. ആരൊക്കെ ഡോർ തുറന്നു കൊടുക്കും അവരെല്ലാം രക്ഷിക്കപ്പെടും. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും
ഞാൻ പ്രസന്റ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള, നമുക്ക് ബുദ്ധി കൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു വിഷയമല്ല. എങ്ങനെയാണ് നമ്മൾ യേശുവിനെ കൈക്കൊള്ളുന്നത്? ഇത് വളരെ പ്രൈമറി ആയിട്ടുള്ള, പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഓവർസൈറ്റ് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാവുന്ന ഒരു വാക്യം കൂടിയാണ്. എങ്ങനെയാണ് കർത്താവിനെ നമ്മൾ കൈക്കൊള്ളുന്നത്? നമുക്കറിയാം, ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശമാണ് കർത്താവിനെ കൈക്കൊള്ളുന്നവർക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശം. അപ്പൊ അതിന് തൊട്ടു താഴെ പറയുന്നുണ്ട്, രക്തത്തിൽ നിന്ന് അത് വരില്ലെന്ന്. അതിന്റെ താഴെയുള്ള വാക്യത്തിൽ പറയുന്നത് ഫ്ലഷിന്റെ ഇഷ്ടത്താൽ അത് വരില്ല എന്നുമാണ്. അതായത് നമ്മൾ ഡോർ തുറന്നു കൊടുത്തോ, നമ്മൾ കൈവയ്ക്കുകയോ, നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനയായിട്ട് പറഞ്ഞോ ഒന്നും നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കൺവെൻഷന് കൈവയ്ക്കുകൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നൊരു പാവിയുടെ പ്രാർത്ഥനയായിട്ട് എഴുതുകൊണ്ടോ നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല. കാരണം ഹ്യൂമൻ ഫ്ലഷിന്റെ ഒരു ഡിസിഷൻ കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ആരും ഒരു തീരുമാനമെടുത്ത് ജനിച്ചവരല്ലല്ലോ ഈ ഭൂമിയിൽ. തീരുമാനമെടുത്ത് ജനിച്ച ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആരുമില്ല, അല്ലെ? നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ്, നമ്മൾ ജനിച്ച കാര്യം തന്നെ നമ്മൾ അറിഞ്ഞത്. ജനിച്ച ഉടനെയോട്ട് അറിഞ്ഞുമില്ല, കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മളെന്ന് പറഞ്ഞൊരു സാധനം, ഞാനെന്ന് പറയുന്ന ഒരാളിവിടെ ഉണ്ടല്ലോ എന്ന് തന്നെ മനസ്സിലായത്. എനിക്ക് തോന്നുന്നൊരു 3-4 വയസ്സെങ്കിലും ആയിട്ടായിരിക്കാം. അതിന് മുമ്പ് അറിയാമായിരിക്കാം, പക്ഷെ അത്ര സുബോധത്തോടെ അറിയില്ലായിരിക്കും. അപ്പോ ഈ ഒരു ജനനം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഡിസിഷൻ ഓഫ് എ പേഴ്സൺ ഹു ഇസ് ബോൺ. ജനിച്ച ഒരാളുടെ ഡിസിഷൻ അല്ല അത്. ശരിക്കും അവന്റെ ജഡത്തിന് തീരുമാനമെടുത്ത്, ഒരു കസേരയിൽ ചാരി ഇരുന്ന് എന്നാ ഞാൻ ജനിക്കാൻ പോവാ, ഇന്നാരുടെ മകനായിട്ട് ജനിച്ചേക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് ഇന്നേ വരെ ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല. അപ്പോൾ മാതാപിതാക്കളുടെ ഡിസിഷനാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ പിള്ളേര്, അല്ലെ? ദേ ഡിസൈഡ് ആൻഡ് ചൈൽഡ് ഈസ് ബോൺ. അവർക്കേ ഉള്ളൂ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. അതുപോലും പറയാൻ പറ്റില്ല, കാരണം ഓൾ ഡിസിഷൻസ് ആർ നോട്ട് ഫുൾഫിൽഡ്. അപ്പൊ അതുകൊണ്ട് ഓൾ വിഷസ് ആർ നോട്ട് ഫുൾഫിൽഡ്. അപ്പൊ അതുകൊണ്ട് തീരുമാനം എടുത്തുകൊണ്ട് അവിടെയും ജനനം സംഭവിക്കണമെന്നില്ല. എങ്കിൽ പോലും മനുഷ്യന്റെ ജീവൻ, ഇപ്പൊ ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഒരു കുഞ്ഞിന് കിട്ടുന്ന ജീവനാണ് അവനെ ജനിപ്പിച്ചു എന്ന് പറയുന്നത്. ജീവൻ അത് ആരിൽ നിന്ന് കിട്ടുന്നതാണ്? ബയോളജിക്കലി ഹി ഗെറ്റ്സ് ഇറ്റ് ഫ്രം ഹിസ് പേരൻസ്. അപ്പൊ ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിക്കണം. യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ടല്ല നമ്മൾ അവന്റെ മക്കളാകുന്നത്. ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുന്നത് ഒരു രൂപത്തെയോ അല്ലെങ്കിൽ ഒരു ദൈവം എന്നൊരു സങ്കല്പത്തെയോ അല്ല, ഒരു തത്വത്തെ അല്ല. നമ്മൾ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുന്നത് അവന്റെ ജീവനെയാണ്. ജീവനെയാണ് കൈക്കൊള്ളുന്നത്. അവന്റെ ജീവൻ നമ്മളിലേക്ക് വരികയാണ്. ക്രിസ്തുവിന്റെ ജീവൻ, പുത്രന്റെ ജീവൻ. അപ്പൊ യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വീണ്ടും ജനനം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പിതാവിൽ നിന്ന് ഒരു ജീവനെ നമ്മൾ സ്വീകരിക്കുകയാണ്. വി ആർ ഗെറ്റിംഗ് എ ഡിവൈൻ ലൈഫ്, എ ഷെയർ ഓഫ് ഡിവൈൻ ലൈഫ്. അതിനെയാണ് ഈ പുതിയ ജനനം എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു ഒരു വിഗ്രഹം പോലെ രാവിലെ വൈകിട്ട് നമ്മൾ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് സമാധാനിച്ചു പോരുന്ന ഒരു വിഗ്രഹം പോലെ അല്ല നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഒരു മനുഷ്യനെ പോലെയുമല്ല, അവന്റെ ആത്മാവിനാലാണ് അവന്റെ ജീവൻ നമ്മളിൽ വസിക്കുന്നത്. ജീവനാണ് നമ്മളിൽ വസിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ അവന്റെ ജീവൻ, അവൻ ജീവനായി മാറുന്നു. ഹി ഈസ് ലൈഫ്. ആത്മാവിൽ നിന്ന് വരുന്ന പുത്രന്റെ ജീവനാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ കൈക്കൊള്ളുവാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ ജീവനെ കൈക്കൊള്ളുവാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആരെങ്കിലും ഇനി യേശുക്രിസ്തുവിന്റെ ജീവൻ എന്നുള്ളത് കാഷ്വലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരോടായിരിക്കാം ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവനെ നമ്മൾ പലപ്പോഴും കാഷ്വലായിട്ട് എടുക്കുക. രക്ഷിക്കപ്പെട്ടതാണല്ലോ, ഇനിയിപ്പോ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നന്നായി വന്നോളൂ. അങ്ങനെയല്ല യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ക്രിസ്തുവിന്റെ ജീവൻ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഡെയിലി ലിവിങ്ങിലേക്ക് കൊണ്ടുവരാം? അതാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രസക്തി. ഡെയിലി ലിവിങ്ങിലേക്ക് ഈ പുതുജനന അനുഭവം, വീണ്ടും ജനന അനുഭവത്തെ, റീജനറേഷനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം രക്തത്തിൽ നിന്നും അല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവം ജീവൻ തന്ന് ആത്മാവിനെ അയച്ച് പുതിയ ജീവനെ ഉളവാക്കി അങ്ങനെ അങ്ങനെ പുതിയൊരു ജീവൻ പ്രാപിച്ചവരെയാണ് നമ്മൾ വീണ്ടും ജനിച്ചവരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സ്വയം ചോദിക്കാം, കർത്താവിന്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നുണ്ടോ? ഞാൻ ഒരു സങ്കല്പത്തിലാണോ ജീവിക്കുന്നത്, അതോ ശരിക്കും അവന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ അവന്റെ ജീവൻ ഉളവാക്കുന്നുണ്ടോ? ഇതൊരു വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ യേശുക്രിസ്തു നിക്കോദമോസുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു സാൽവേഷന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നിക്കോദമോസിന് കർത്താവ് കൊടുക്കുന്നുണ്ട്. നിക്കോദമോസിന്റെ കർത്താവ് പറയാണ്,
നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഓക്കെ. അപ്പോ നിക്കോദമോസ് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ആഗ്രഹം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നുമായിരിക്കാം, ഒന്നും കൂടെ ജനിച്ചാൽ കൊള്ളായിരുന്നു ചെറുപ്പമായിട്ട്. ഒന്നും കൂടെ ജനിച്ച് ഒന്നും കൂടെ 1-ാം ക്ലാസ് തൊട്ട് പഠിച്ചാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുകൂടെ പഠിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലത് പഠിക്കായിരുന്നു. കുറച്ചും കൂടെ എന്താ പറയുന്നത്, ശ്രദ്ധിച്ച് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിക്കായിരുന്നു എന്നൊക്കെ എല്ലാ മനുഷ്യരും, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും വളരെ നൊസ്റ്റാൾജിക്കാണ്. നമുക്ക് ഈ പഴയ കാലം ഭയങ്കര ഇഷ്ടമാണ്. ഒരു പഴയ സാധനങ്ങൾ, പഴയ കാലങ്ങൾ, ഇപ്പൊ പഴയ കാലത്തെ ഫോട്ടോസ് കാണുന്നത്, ഇതൊക്കെ മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അല്ല, എനിക്കറിയത്തില്ല, അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പോൾ നമുക്ക് പലപ്പോഴും ആഗ്രഹം തോന്നി, ഈ ജീവിതത്തിൽ പല തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമുക്കതെല്ലാം റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒന്നും കൂടെ ജീവിക്കാൻ, ഒന്നും കൂടെ ഒരു കുഞ്ഞായിട്ട് ജനിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കുഞ്ഞാകാതെ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു. അപ്പൊ നിക്കോദമോസ് ന്യായമായിട്ട് ചോദിക്കുക, കർത്താവ് ഇത് എങ്ങനെ സാധിക്കും? എങ്ങനെയാണ് ഞാൻ ഒന്നും കൂടി ഒരു കുഞ്ഞാകുന്നത്? ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കാൻ എനിക്കിനി പറ്റുമോ? ഞാൻ വളരെ പ്രായമായില്ലേ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അവന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ കുഞ്ഞായി മാറാം എന്നുള്ള ഒരു കാര്യമാണ്. എങ്ങനെ കുഞ്ഞായി മാറാം, എങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിൽ ഒന്നുകൂടെ ജനിക്കാം. ഒരു ചാൻസും കൂടെ, നമ്മുടെ ജീവിതം മൊത്തം ഒരു ചാൻസും കൂടെ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് കർത്താവിന് കൊടുക്കുന്ന മറുപടി. കർത്താവിനോട് പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ ശരിക്കും വീണ്ടും ജനിക്കാനുള്ള ആ ഒരു പരിപാടി അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. വെള്ളവും ആത്മാവുമാണ് അവിടെ പ്രസക്തമായിട്ടുള്ള 2 കാര്യം. വെള്ളത്താലും ആത്മാവിനാലുമാണ്. ഈ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുമ്പോൾ യാക്കോബക്കാര് ഞാൻ യാക്കോബക്കാരുടെ കണക്കനുസരിച്ച് ഞാൻ 1975 76 മറ്റോ വീണ്ടും ജനിച്ചതാണ്. വെള്ളം എന്ന് പറയുന്നത് മാമോദീസ വെള്ളമാണ്. അതുപോലെ തന്നെ ആത്മാവെന്ന് പറയുന്നത് അവർ കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് നമുക്ക് ഈ കുഞ്ഞിന്റെ തലയിൽ ഒഴിക്കുന്ന തൈലമാണ് ആത്മാവ്. അത് കുപ്പിക്കകത്ത് അച്ഛൻ കൊണ്ടുവന്ന് തലയിൽ തേക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ആത്മസ്നാനം കിട്ടുന്നത്. അതാണ് യാക്കോബക്കാർ വിശ്വസിക്കുന്നത്. അപ്പം വെള്ളത്താലും ആത്മാവെന്ന് പറയുന്നത് സ്നാനം കഴിഞ്ഞ് കൊച്ചു വെളിയിൽ വന്ന് മൂറോൻ എന്ന് പറഞ്ഞൊരു തൈലവും പൂശി അവനൊരു അപ്പത്തിന്റെ കഷ്ണം വെച്ച് കൊടുക്കുമ്പോഴേക്കും ഈ ആള് വീണ്ടും ജനിച്ചു. അപ്പോ ഞാൻ ഈ രക്ഷിക്കപ്പെട്ട ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അന്ന് ഓർത്തഡോക്സിലായിരുന്നപ്പോൾ ഒരു എൻജിയോസിയസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അപ്പൊ അവിടെ ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടു വഴിയിൽ വെച്ച്. അപ്പൊ ഞാനോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ചേച്ചി നിനക്ക് എന്നാ പറ്റി, നീ എങ്ങനെ ചോദിക്കാൻ പറ്റും? ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ കുഴപ്പം? അപ്പൊ പുള്ളി പറഞ്ഞു, അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് മാമോദീസ തരും. പിന്നെ അച്ഛൻ മൂറൻ പൂശിയിട്ട് ഒരു അപ്പത്തിന്റെ കഷ്ണം നമ്മുടെ വായി വെച്ച് തരത്തില്ലേ? തരൂ. അപ്പൊ നമ്മൾ പുതിയ ജീവനുള്ളവരായിന്നാ. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരം നമ്മുടെ വയറ്റിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവനിലുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ നരകത്തിൽ പോകുന്നു? നമ്മൾ എന്തായാലും സ്വർഗത്തിലേ പോകത്തുള്ളൂ. ഇതാണ് ഇവരുടെ വിശ്വാസം. ഇതാണ് അവരുടെ തിയോളജി. കൂദാശകളിലൂടെയുള്ള രക്ഷ. അപ്പൊ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും പറഞ്ഞു, ഈ വെള്ളം എന്ന് പറയുന്നത് സ്നാനമല്ല. കാരണം നമുക്കറിയാം, ഒരു കർമ്മത്താൽ, മനുഷ്യന്റെ ഒരു പ്രവൃത്തിയാലും നമുക്ക് ദൈവത്തിന്റെ മക്കളാവാൻ പറ്റില്ല. അതാണ് നമ്മുടെ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ഒരു കർമാചാരങ്ങളിലൂടെ നമുക്കൊരിക്കലും ദൈവത്തിന്റെ മക്കളാവാൻ പറ്റില്ല. കർമ്മത്താലുള്ള രക്ഷയല്ല, വിശ്വാസത്താലുള്ള രക്ഷയാണ് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മകനാവുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ മറ്റ് വെളിപ്പാടുകൾ അനുസരിച്ച് ശരിയല്ല. അപ്പൊ പിന്നെ ഈ വെള്ളം എന്താണ് എന്നൊരു ചോദ്യം വരും. അപ്പൊ സാധാരണഗതിയിലെ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ബാപ്റ്റിസ്റ്റുകാരും ബ്രദറുകാരും ഒക്കെ പറഞ്ഞത് വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ വെള്ളം ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഒന്നും ഇല്ല, സത്യമാണ്. കാരണം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് റീജനറേഷൻ ഉണ്ടാകുന്നത്, വീണ്ടും ജന്മം ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം, ലുദിയയുടെ ഹൃദയം ദൈവം തുറക്കുന്ന വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നത്. അങ്ങനെ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നിക്കോദമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ ആ വചനം എന്നൊരു ഭാഗം, നമുക്ക് വചനം എന്ന വാക്ക് അതിൻ്റെ ഒരു പരിസരത്തു നിന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ വചനത്തിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. വചനത്തിന്റെ ഇമ്മീഡിയറ്റ്ലി എന്താണ്, ആ ഒരു പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ അവിടെ ഒരിടത്തും നമുക്ക് ഈ എന്ത് കാണാൻ പറ്റില്ല, വചനം എന്നൊരു റെഫറൻസ് അവിടെ എങ്ങും കാണാൻ പറ്റില്ല.
അപ്പൊ ശരിക്കും എന്താണ് ഈ സാൽവേഷന്റെ പ്രോസസ്? നിക്കോദെമോസിന്റെ കർത്താവ് എന്താണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് നിക്കോദെമോസിനെ കർത്താവ് പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് നിക്കോദെമോസിന് ഒരു കുഞ്ഞായി മാറാൻ പറ്റുന്നത്? നിങ്ങൾ ഓർക്കണേ, നമ്മുടെ വാക്യം മത്തായിയുടെ സുവിശേഷത്തിലാണ്, അങ്ങോട്ടാണ് പോകുന്നത്. അത് അങ്ങോട്ട് എത്താനുള്ള വഴിയാണ് നമ്മളിപ്പോൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്ന ഈ വെള്ളവും ആത്മാവും എന്താണ്? അപ്പൊ കുറച്ചുകൂടെ മുമ്പോട്ട് കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് പുതുതായി ജനിക്കണം എന്ന് പറയുകയിൽ നീ ആശ്ചര്യപ്പെടരുത്. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്ന് എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല. ദൈവത്താൽ ജനിച്ചവനെല്ലാം അങ്ങനെ ആവും. ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്, അതിനങ്ങനെ ആവാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിൽ ജനിച്ചവൻ കാറ്റ് പോലെയാണ്. കാറ്റ് എങ്ങോട്ടടിക്കുന്നു, എങ്ങോട്ട് വരുന്നു, എങ്ങനെയാവുന്നൊന്നും ആർക്കും അറിയത്തില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ജനിച്ച ഒരുത്തനും എങ്ങനെ പെരുമാറുമെന്നോ, എവിടെ ആയിരിക്കുമെന്നോ, എന്താണ് അവൻ ചെയ്യുന്നതെന്നോ ഒന്നും, അതായത് ഹീസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വിൻഡ്. കാറ്റിന്റെ സ്വാധീനത്തിലാണ്. അപ്പൊ കാറ്റ് അതായത് എങ്ങോട്ടാണോ ആത്മാവിനെ കൊണ്ടുപോകുന്നത്. ന്യൂമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാറ്റുന്ന. ന്യൂമ, ആത്മാവ്. ആത്മാവ് എന്നുള്ള വാക്ക് ഗ്രീക്കില് ന്യൂമ. ന്യൂമ എന്ന് പറഞ്ഞാൽ ശരിക്കും വിൻഡ് എന്നാണ് ശരിക്കും അതിന്റെ ട്രാൻസ്ലേഷൻ. വിൻഡ് എന്നും ആത്മാവിന് ഒരേ കാര്യം, ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കും. അപ്പൊ ആത്മാവിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്ന അറിയില്ല, അത് ആത്മാവ് തീരുമാനിക്കും. ഡോണ്ട് നോ വെയർ ടു ഗോ, വെയർ ടു വാട്ട് ടു ഡു ടുമോറോ. നാളത്തെ കാര്യം എന്താ, അതൊന്നും അറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് കാറ്റ് പോലെയാണ്. ദൈവത്താൽ ജനിച്ചവരെല്ലാം കാറ്റ് പോലെ. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു അറിയത്തില്ല. നാളെ എവിടെ ആയിരിക്കും എന്നറിയത്തില്ല. സോ നാളെ, അടുത്ത വർഷം എന്തായിരിക്കും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പൊ ദൈവത്താൽ ജനിച്ചവരെല്ലാം, അവർക്കെല്ലാം ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ദേ ആർ നോട്ട് ലിവിങ് അക്കോർഡിംഗ് ടു സെറ്റ് പാറ്റേൺസ്. സെറ്റ് പാറ്റേൺസിന് അപ്പുറത്തുള്ള ഒരു റൈച്ചസ്നെസ്, ക്രിസ്തുവിന്റെ ജീവന്റെ ഒരു വെളിപ്പാടിലാണ് അവർ ജീവിക്കുന്നത്. ഇത്രയും കേട്ടപ്പം നിക്കോദെമോസിന് ഭയങ്കര കൊതി വന്നു അങ്ങനെ ജീവിക്കാൻ. അതായത് അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കണ്ട, പക്ഷെ അവനൊരു വീണ്ടും ജനന അനുഭവം ഉണ്ടാവണം. വീണ്ടും ജനന അനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ കാറ്റുപോലെ പോകുന്ന ഒരവസ്ഥ, അതായത് ഈ എവിടെയും എങ്ങോട്ടും എന്നറിയത്തില്ലാതെ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വിൻഡ്. വിൻഡിന്റെ ആ ഇൻഫ്ലുവൻസിൽ പറക്കുന്ന ഒരു പേപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹി ഡസന്റ് നോ വെയർ ഹി വിൽ എൻഡ് അപ്പ്. ആ ഇലയ്ക്ക് ഒരു പിടിയില്ല, അല്ലെങ്കിൽ ആ പേപ്പറിന് ഒരു പിടിയില്ല എവിടെ ചെല്ലുമെന്ന്. എവിടെ നിന്ന് തുടങ്ങിയെന്നോ അടുത്ത മോമെന്റിൽ എവിടെ ആയിരിക്കും ഒന്നും അറിയത്തില്ല. എവറി സ്പിരിച്വൽ മാൻ വിൽ ബി ലൈക്ക് ദാറ്റ്. അതായത് കർത്താവിന്റെ ആത്മാവിനാൽ ജനിച്ച എല്ലാവർക്കും ഇന്ന രീതിയിൽ ഒരു ലൈഫ് എന്നൊരു പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് വേറൊന്നായിരിക്കും അവനോട് ആ സമയത്ത് ആവശ്യപ്പെടുന്നു. സോ ഹി ഹാസ് ടു ബി അവൈലബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ നമ്മുടെ സെറ്റ് പാറ്റേൺസ്, പ്ലാനിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അല്ല ഒരു ആത്മീക മനുഷ്യൻ ജീവിക്കുന്നത്. ഐഡിയലി നമ്മളെല്ലാം കുറച്ചൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ പോലും ഈ പറയുന്ന ഞാൻ പോലും എന്ന് പറയാൻ കാരണം ഞാൻ വലിയ ആളായോണ്ടല്ല, ഞാൻ ഇത് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന ഞാൻ പോലും കുറച്ചൊക്കെ പാറ്റേണിനകത്താണ്, ഹാബിറ്റിനകത്താണ്. ഓസ്വേൾഡ് ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരു വിശുദ്ധനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഹാബിറ്റ് വഴി അല്ല ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കപ്പെടും. നമുക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്ന ആ സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചോ ആർക്കെങ്കിലും? ഓക്കെ, 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ഒരു പ്രത്യേക ഒരു സന്തോഷം. അപ്പൊ അടുത്ത 5 മണിക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ കുറെ നാളായി കഴിയുമ്പോൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം തോന്നും. 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. ആ കുറ്റബോധം തോന്നുന്നതുകൊണ്ടാണെന്നറിയോ? നമ്മളൊരു ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നത്. വി ആർ നോട്ട് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിലാണ് ലീഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ 5 മണിക്ക് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കുമായിരിക്കും, ചിലപ്പോൾ 7 മണിയോ, ചിലപ്പോൾ 9 മണിയോ, ചിലപ്പോൾ ഏത് സമയത്തും വി ആർ ലൈക്ക് വിൻ. നമുക്ക് ആ ഒരു കാറ്റിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഡൂയിങ് സംതിങ് ബിക്കോസ് ഓഫ് ഹാബിറ്റ്സ്. ഹാബിറ്റ് എന്ന് പറയുന്ന ആത്മാവിന് പറയുന്നതല്ല, ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി എന്ന് വരുന്നതാണ്. ചായ കുടിക്കണം നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഒരു ചായ കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് പറയാം, അത് ആത്മാവിൽ നിന്നൊന്നും വരുന്നതല്ല. അല്ലെ, അത് ഒരു ഹാബിറ്റ് ഫോമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഹാബിറ്റ് ഫോം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വിഷമം. അപ്പൊ വിൻഡിനാൽ പോകുന്ന ഒരാള് ഓക്കെ, വിൻഡിനാൽ ഒഴുകുന്ന ഒരാള്, ആ ആള് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം അൺപ്രഡിക്റ്റബിലിറ്റിക്കകത്ത് ഭയങ്കര ബ്യൂട്ടി ഉണ്ട്. ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് is God is stable and God knows everything, and the Christian can comfortably go on a flickering life, a changing life, an unstable life. കാരണം ഒരിക്കലും ഇളകാത്ത ദുർഗമായി കർത്താവ് അടുത്തുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത മോമെന്റിൽ എന്ത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ
ഒരു ആത്മീയനായ മനുഷ്യനെ സംബന്ധിച്ച് കഴിയണം എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം കർത്താവ് പറയാണ് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ലൈഫ് മീൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വിൻഡ്, ഹെവൻലി വിൻഡ്, ആ ഒരു കാറ്റിന്റെ ഇൻഫ്ലുവൻസിൽ ജീവിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നിക്കോദമോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? നിക്കോദമോസിന് അറിയണ്ട, ഇതെങ്ങനെ എനിക്ക് പറ്റും? ഞാനിപ്പം ഓരോ സമയത്തും ഇപ്പൊ ചില കാര്യങ്ങളിൽ കർത്താവ് എന്നെ വിൻഡ് എന്താന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വചനം സംസാരിക്കുന്ന പല സമയത്തും ആ വിൻഡ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു സെറ്റ് പാറ്റേണിന് വെളിലോട്ട് പോകാനുള്ള ഒരു ധൈര്യം കർത്താവ് തരുന്നത് ആ ഒരു വിൻഡിന്റെ ഫ്ലോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിക്കോദമോസിന് ഒരു ഫ്ലഷിൽ നമ്മളെല്ലാം ജഡത്തിലെല്ലാം കാൽക്കുലേറ്റഡ് ആണ്, എല്ലാത്തിനകത്തൊരു ഒരു കാൽക്കുലേഷനിലാണെന്ന് തോന്നുന്നു. ബട്ട് when you are controlled by the spirit, ആ കാൽക്കുലേഷൻ അല്ല, അതിനപ്പുറത്ത് ഒരു ഭംഗി ഉണ്ടാക്കാൻ, ഒരു കൃപയുണ്ടാക്കാൻ, ദൈവത്തിന്റെ തേജസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പ്രതിമയൊക്കെ നമ്മളെ മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പറ്റും. അപ്പൊ ആ ഒരു ലൈഫാണ് ഈ സ്പിരിച്വൽ ലിവിങ് എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നിക്കോദമോസ് ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അപ്പൊ ഈ വെള്ളം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്ലൂ അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ കർത്താവ് ഇത് പ്രോഗ്രസീവ്ലിയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഓരോന്നും. ആദ്യം പറഞ്ഞ് വീണ്ടും ജനിക്കണം, പിന്നെ പറഞ്ഞത് എങ്ങനെയാണ് വെള്ളത്താൽ ആത്മാവ്, പിന്നെ ഈ വെള്ളം എന്താണ്, ആത്മാവ് എന്താണ്, ഇതാണ് കർത്താവ് പിന്നീട് പറയുന്നത്. അപ്പം ഈ വെള്ളവും ആത്മാവും എന്താണെന്ന് കർത്താവ് പറഞ്ഞ വാക്യത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് എപ്പോഴും വ്യാഖ്യാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വി ഹാവ് ടു സീ ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാൻ സ്നാനം കഴിപ്പിക്കാൻ വരുമ്പോൾ അവൻ പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ നിങ്ങളെ ആത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും യോഹന്നാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തെക്കുറിച്ച് പറയാൻ എനിക്ക് റൈറ്റുള്ളൂ, എനിക്ക് അതിനുള്ള അവകാശമുള്ളൂ. പക്ഷെ എൻ്റെ പിന്നാലെ വരുന്നവൻ ജഡ്ജ്മെന്റ് നടപ്പാക്കാൻ വേണ്ടി വരുന്നവനാണ്. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് നടപ്പാക്കാൻ വരുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ജീവനെ സ്വീകരിക്കാൻ ഒരു മാനസാന്തരം ആവശ്യമാണ്, അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഒരു മാനസാന്തരം ആവശ്യമാണ്. ആ മാനസാന്തരത്തിന്റെ പ്രസംഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വെട്ടിച്ചാണ് ഈ നിക്കോദമോസ് ഒരുപക്ഷെ യേശുവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യം, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതൊന്നും അറിയുന്നില്ലയോ എന്നാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള നിലയിൽ നിക്കോദമോസ് ഈ വെള്ളം എന്താണ്, ആത്മാവ് എന്താണെന്ന് അറിയണമായിരുന്നു. കാരണം ദാറ്റ്സ് പാർട്ട് ഓഫ് ഇസ്രായേൽസ് ടീച്ചിങ്. എന്നാൽ ഇസ്രായേലിന്റെ ടീച്ചറായിട്ടും ആ പാർട്ട് ഓഫ് വാട്ട് ടു ബി ടോട്ട്, പാർട്ട് ഓഫ് ദ സിലബസ്, അങ്ങനെ വേണേൽ നമുക്ക് പറയാം അല്ലെ. ഈ പഴയ നിയമത്തിൽ ജനങ്ങളെ ഉപദേശിക്കേണ്ട സിലബസിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും വീണ്ടും ജനനം പഴയ നിയമത്തിലുണ്ടോ? നിങ്ങൾക്ക് ഒരു പക്ഷേ വാക്യം അറിയാമായിരിക്കാം. പക്ഷെ യേശുക്രിസ്തു ഇത് കോട്ട് ചെയ്യുന്നത് ഒരു പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. അതുകൊണ്ടാണ് നിക്കോദമോസിനോട് ചോദിക്കുന്നത്, നീ ഇസ്രായേലിന്റെ ടീച്ചറായിട്ടും നിനക്ക് ഈ പ്രോമിസസിനെ കുറിച്ച് എന്താണ് അറിയാൻ വയ്യാതായി പോയത്? ഇന്ന് നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ പ്രസംഗങ്ങള് അക്ഷരങ്ങളാണ്. അതൊരു മനുഷ്യനെ ജീവിപ്പിക്കാൻ വേണ്ടിയല്ല, നല്ലൊരു പ്രസംഗം ഈ സമയം പൂർത്തിയാക്കുന്നവരെ പറഞ്ഞു പോകാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പറയേണ്ടതോ കേൾക്കേണ്ടതോ ആയിരിക്കില്ല സ്റ്റേജിൽ നിന്ന് വരുന്നത്. ഓക്കെ, നല്ലൊരു പ്രസംഗം കേട്ട് പോയി, അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം, അങ്ങനെ വരുന്നില്ല. നല്ലൊരു എൻജോയ് ചെയ്തു. ഇന്നും പല ആളുകളും എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഈ പ്രസംഗം കേൾക്കുന്നതിന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് വേറെ എൻജോയ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ നല്ലപോലെ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കേട്ടേക്കാം. പക്ഷേ വചനപ്രസംഗത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിക്കോദമോസിനോട് കർത്താവ് പറയുന്നത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് ഇതൊന്നും അറിയുന്നില്ലേ? കാരണം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്നും അന്നും ഏറ്റവും വലിയ പ്രശ്നം, അവരെന്താണോ പ്രൊഫറ്റിക്കലി അവരുടെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടിയിരുന്നത് അത് മാത്രം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. യെശയ്യാവ് 53 ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്, അവർക്ക് യേശുക്രിസ്തുവിനെ മനസ്സിലായിട്ടില്ല. അതുപോലെ ഇപ്പൊ ഞാൻ വായിക്കാൻ പോകുന്ന വാക്യം, എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നിന്നുള്ള വാക്യം, അതും അവരുടെ കയ്യിലുണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ കർത്താവ് വരുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട വാക്യങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് ഒരു പക്ഷെ അറിയാൻ വയ്യാത്ത അവസ്ഥ ഇസ്രായേലിന്റെ ദുരവസ്ഥ വെച്ച് നോക്കിയാൽ നമുക്ക് ഉണ്ടാകാം. കാരണം ആ കാതലായത് എന്ത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആ വൺ സിംഗിൾ തിങ്, അല്ലെങ്കിൽ സംതിങ് ദാറ്റ്സ് വെരി ക്രൂഷ്യൽ, ഒരു എന്താ പറയുക, ഡു ഓർ ഡൈ, ചത്തുപോകുന്ന ആ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മറഞ്ഞു പോകാം
കാരണം നമ്മൾ ഈ അക്കാഡമിക് രീതിയിൽ പഠിച്ച് എന്താണോ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എസെക്കിയേൽ 36 അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഈ വെള്ളമെന്നും എന്താണ് ഈ ആത്മാവെന്നും ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദമോസ് അത് മറന്നുപോയതിന്റെ സീരിയസ്നെസ് എന്താണെന്നും നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എസെക്കിയേലിന്റെ പ്രവചനം 36 അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 25, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഇൻ ഇംഗ്ലീഷ്, then I will sprinkle clean water on you and you shall be clean. You shall be clean from all your filthiness and from all your idols will I cleanse you. ഞാൻ നിന്റെ സകല വിഗ്രഹങ്ങളിൽ നിന്നും സകല മലിനതകളിൽ നിന്നും നിങ്ങളെ നിർമ്മലീകരിക്കും. I will make you clean with clean water. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് ഈ വാക്യത്തിൽ നമ്മൾ പോയി മുങ്ങുന്ന മാമോദിസ വെള്ളമല്ല, ദൈവം നമ്മുടെ മേൽ തളിക്കുന്ന നിർമ്മലീകരിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളം, ഈ ജലം, അതായത് നമ്മളെ നിർമ്മലീകരിക്കുന്ന ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവിൽ ദൈവം നമ്മുടെ മേൽ തളിക്കുന്ന ജലം. ഇത് തിത്തോസിന്റെ ലേഖനം 3 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. തിത്തോസിന്റെ ലേഖനം 3 അധ്യായം 4, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത വീര്യപ്രവൃത്തികളാലല്ല, നീതിപ്രവൃത്തികളാലല്ല, തന്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. ഓക്കെ, അടുത്ത വാക്യം. എങ്ങനെയാണ് രക്ഷിച്ചത്? നാം അവന്റെ കൃപയിൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശാപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വാഷിംഗ് ഓഫ് റീജനറേഷൻ, വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടിയുള്ള വാഷിംഗ്. വാഷിംഗ് എന്തിനാ നമ്മൾ ചെയ്യുന്നത്? വൈ ഡു വി വാഷ്? നിങ്ങളുടെ സകല മലിനതയും നീക്കാൻ വേണ്ടിയാണ്. സകല മലിനതയും നീക്കാൻ വേണ്ടിയാണ്. അത് ദൈവം നമ്മുടെ മേൽ തളിക്കുന്ന നിർമ്മല ജലമാണ്. ദൈവം നമുക്ക് തരുന്ന ആന്തരികമായ ഒരു പ്രോസസ്സാണ് നിക്കോദമോസിന്റെ കർത്താവ് പറയുന്നത്. അപ്പൊ എന്തിനാണ് നിക്കോദമോസ് ആ ഒരു വഴിയെ പോകേണ്ടി വരുന്നത്? എന്തിനാണ് ദൈവരാജ്യത്തിൽ ഇങ്ങനെയുള്ള വെള്ളത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം തന്നെ തുടർന്ന് വായിക്കാം. 3 അധ്യായം. ഓക്കെ, നിക്കോദമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കും ചോദിച്ചു. യേശു അവന്റെ ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നീ ഇത് അറിയുന്നില്ലയോ? നിനക്ക് ഇത് അറിയാൻ പറ്റുന്നില്ലേ? കുറച്ച് പുറകോട്ട് നമ്മൾ വായിക്കുമ്പോൾ 7 വാക്യം, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് 6-7 വായിക്കാം. 6-7, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്താണ്? ജഡമാണ്. നമുക്കതറിയാം, നമ്മളെപ്പോഴും ഇത് പറയുന്ന ഒരു കാര്യം. ഈ ജഡത്തിന്റെ ശത്രുത്വം അവസാനിക്കുന്ന എങ്ങനെയാണ്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള നമ്മുടെ തടസ്സം എന്ന് പറയുന്നത് ജഡമാണെന്ന് നമുക്കറിയാം. അപ്പൊ ശരിക്കും എന്താണ് കർത്താവ് ചെയ്യുന്ന? ജഡത്തോട് കർത്താവിന്റെ പ്രതികരണം എന്താണ്? നമുക്ക് നോക്കാം. എങ്ങനെയാണ് ദൈവം നമ്മെ ജനിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ജീവൻ പ്രാപിക്കുന്ന കർത്താവിൽ നിന്നാണ്. നമ്മുടെ പരിപാടി അല്ലത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡസ് ഗോഡ് ഓപ്പറേറ്റ്? വാട്ട് ഡസ് ഗോഡ് ഡു ടു മേക്ക് us his children? അതെന്താണ് കർത്താവ് ചെയ്യുന്നത്? എസെക്കിയേലിന്റെ പ്രവചന ഒരിക്കൽ കൂടി നമുക്ക് തിരിച്ചു വരാം. അതിന്റെ മുഴുവൻ വാക്യങ്ങൾ നമ്മൾ വായിച്ചില്ല. 36 അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 25 വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. 26 വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കണ്ടോ, പുതിയൊരു ഹൃദയം തരും. അപ്പൊ വെള്ളത്തിന്റെ കാര്യമായി. ഇനി അടുത്തത് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പൊ എങ്ങനെ പുതിയ ഹൃദയം തരുന്നത്? ഒരാത്മാവിനെ ഉള്ളിലാക്കിക്കൊണ്ടാണ്. പുതിയ ചിന്താഗതികൾ എനിക്കുണ്ടാകുന്നു. അതെങ്ങനെയാണ്? വാഷിംഗ് ഓഫ് റീജനറേഷൻ. തിത്തോസിന്റെ ലേഖനത്തിൽ എന്താ എഴുതിയത്? പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ അവൻ ധാരാളമായി പകർന്ന ആത്മാവിന്റെ നവീകരണം കൊണ്ടും. കണ്ടോ, നവീകരണം, പുതിയതായതൊന്ന്, അതിനെ നവീകരണം എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ തിത്തോസ് ഇത് തന്നെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. തിത്തോസിന്റെ ലേഖനത്തിലും ഇതേ കോട്ടിങ്ങാ ഉള്ളത്, കൊട്ടേഷനാണ് ഉള്ളത്. അവിടെ പറയുന്നത് വാഷിംഗ്, ഫസ്റ്റ് വാഷിംഗ് ആൻഡ് ദെൻ റിന്യൂവിങ്, വീണ്ടും പുതുതാക്കുക, പുതിയൊരു ഹൃദയം. പഴയതിനെ നന്നാക്കി എടുക്കുകയല്ല, പുതിയൊരു ഹൃദയം, നിർമ്മല ജലം തളിച്ച് പുതുതാക്കപ്പെട്ട ഹൃദയം. ഓക്കെ, എന്നിട്ട് 26 വാക്യത്തിൽ പറയാണ്, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം
നിങ്ങളുടെ ജഡത്തിൽ തന്നെ ഇട്ട് ഞാൻ നന്നാക്കി. അങ്ങനെയല്ല. നിങ്ങളുടെ കല്ലായ ഹൃദയത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞാൻ ശരിയാക്കി നന്നാക്കി എടുക്കുമെന്നല്ല, അതിനെ നിങ്ങളിൽ നിന്ന് എടുത്തു നീക്കുമെന്നാണ്. എടുത്തു മാറ്റിക്കളയാണ്. അതായത് ദ ഓൾഡ് വൈൻ സ്കിൻ ഈസ് റിമൂവ്ഡ്. അതിനെ എടുത്തു കളയോ ചെയ്തേക്കുന്നത്. അതായത് അതിനെ നന്നാക്കുകയല്ല. ലോകത്തിൽ ആരെയും നന്നാക്കാനല്ല ദൈവം ശ്രമിക്കുന്നത്. ഓക്കെ, നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ നന്നാകാൻ ശ്രമിച്ചാലും നന്നാകാനും പറ്റത്തില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ടാണ്. നമ്മുടെ ആ പഴയ മനുഷ്യൻ മരിക്കുകയാണ്, അത് നശിക്കുകയാണ്, അത് ഇല്ലാതാവുകയാണ്. അതിനെ നമ്മൾ വിട്ടുകളയുകയാണ്. അവിടെ പറയുന്ന ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ റിമൂവ് ചെയ്യുന്നു. എന്തിനെ റിമൂവ് ചെയ്യുന്നു? പഴയതിനെ എടുത്തു മാറ്റുന്നതാണ്. ഇതിനെയാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൈകളാലല്ലാത്ത പരിച്ഛേദന, ആത്മീകമായ പരിച്ഛേദന എന്ന് നമ്മൾ അന്ന് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചിട്ട് പറഞ്ഞത്. ഈ കൈകളാലല്ലാത്ത പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഹൃദയങ്ങളുടെ പരിച്ഛേദനയാണ്. അതായത് പഴയ ഹൃദയത്തെ എടുത്ത് മാറ്റി, മുറിച്ചു മാറ്റി പുതിയൊരു ഹൃദയം തരുന്ന അവസ്ഥ. അത് ബയോളജിക്കലി അല്ല, അത് സ്പിരിച്വലി നമുക്ക് പുതിയൊരു ഹൃദയം തരുന്ന അവസ്ഥ. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി. ഈ കല്ലായുള്ള ഹൃദയം എന്തിനാ നീക്കുന്നതെന്ന് അറിയാം? നിക്കോദമോസിന്റെ പ്രോബ്ലം അത് തന്നെയായിരുന്നു. കല്ലായ ഹൃദയം എന്ന് പറയുന്നത്, നമുക്കെല്ലാം ഒരു കല്ലായ ഹൃദയമുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴടങ്ങാൻ പറ്റാത്ത കല്ലായ ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ് ഈ കല്ലായ ഹൃദയത്തിന്റെ പ്രത്യേകത? അത് ദൈവത്തിന് സബ്മിറ്റഡ് ആകുന്നില്ല. അതാണ് റോമർ 8 പറയുന്നത്, ജഡ മനുഷ്യന് ദൈവത്തിന് സബ്മിറ്റഡ് ആകാൻ പറ്റത്തില്ല. ജഡത്തിന് ഒരിക്കലും ദൈവത്തിന്റെ നിയമത്തിന് കീഴടങ്ങാനോ സാധിക്കുന്നില്ല. കല്ലായ ഒരു ഹൃദയത്തിന് സാധിക്കില്ല. അതിനെയാണ് ജഡം എന്ന് പറയുന്നത്, പാപജഡം. ഓക്കെ, അപ്പൊ കർത്താവിന്റെ പ്രോമിസ് എന്താണ്? ഈ വെള്ളം തളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പാപജഡം നീങ്ങി പുതിയൊരു ഹൃദയം, ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയൊരു ഹൃദയം നിങ്ങളുടെ ഉള്ളിലാക്കും. ദിസ് എ പ്രോമിസ് ആൻഡ് ദിസ് വാസ് പാർട്ട് ഓഫ് സിലബസ് ഫോർ ദ ഇസ്രായേലൈറ്റ്സ്. ഇത് അവർ പഠിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അതിനുവേണ്ടി കാത്തിരിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ യോഹന്നാൻ പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞപ്പോഴും അവർക്ക് ഇത് ഓർമ്മ വന്നേനെ. ബട്ട് ദേ ഡിഡ് നോട്ട് ലേൺ ഇറ്റ്. ഒരു ഇസ്രായേലിന്റെ ടീച്ചറിന് പോലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിശ്ചയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കർത്താവിനെ വളരെയധികം അമ്പരപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് നമ്മുടെ ഈ ജഡത്തിന്റെ കുഴപ്പം? എന്തുകൊണ്ടാണ് ജഡത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തത്? വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ നോക്കിക്കേ, നമ്മൾ ഒത്തിരി ലോക പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് വിശ്വാസത്തിൽ വരുന്നത്. ഓൾറെഡി നമുക്ക് ഒത്തിരി ലോക പാഠങ്ങളുണ്ട്. ഈ ലോക പാഠങ്ങൾ അത് നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ചാലും ഒത്തിരി പാഠങ്ങൾ നല്ലതാണ്. ഇപ്പൊ മാത്തമാറ്റിക്സ്, അതിനകത്തുള്ള തത്വങ്ങൾ ഒക്കെ നല്ലതാണ്, ഇല്ലെന്നല്ല. ശാസ്ത്രം പഠിക്കുന്ന നല്ലതാണ് തീർച്ചയായിട്ടും. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഈ എലമെന്ററി ടീച്ചിങ്സ് നമ്മളിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. എലമെന്ററി ടീച്ചിങ്സ്. ഈ എലമെന്ററി ടീച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചത് എന്താ? നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ്സ് അല്ലെ? ഇന്നത്തെ പിള്ളേരെ LKG പഠിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ 1-ാം ക്ലാസ് തൊട്ടാണ് ഈ അക്ഷരങ്ങൾ പണ്ടൊക്കെ. ഓക്കെ, അപ്പൊ അവര് പഠിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. അവര് വളർന്നു വലുതായി ചിലപ്പം 10-ാം ക്ലാസ് പാസ്സാകുന്ന സമയത്ത് ഈ 10-ാം ക്ലാസ്സിലെ സിലബസ് ഒക്കെ ഓർത്തിരിക്കാൻ അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. വീണ്ടും വായിച്ചും നോട്ട് എഴുതി ടീച്ചർമാരുടെ തല്ലുകൊണ്ടും ഒക്കെയാണ് ഈ 10-ാം ക്ലാസ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ 10-ാം ക്ലാസ് ഓക്കെ, അപ്പൊ 10-ാം ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങൾ ഒരു പക്ഷെ നമ്മൾ മറന്നുപോകും. പക്ഷെ 1-ാം ക്ലാസ്സിൽ പഠിച്ച് മറക്കില്ല. അത് മറക്കാൻ നമുക്ക് പറ്റില്ല. എലമെന്ററി ലെസൺസിന് അങ്ങനെ ഭയങ്കര പവറാണ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പാഠങ്ങൾ 5, 3, 8 എന്ന് നമ്മൾ പഠിച്ചു പോയാൽ പിന്നെ അത് മറക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എലമെന്ററി ലെസൺസ് അങ്ങനെയാണ്. അതിനൊരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിട്ടുകളയാൻ പറ്റില്ല. ദാറ്റ് വിൽ ഓൾവേസ് ബി ബിഹൈൻഡ് അസ്. അതുപോലെ നമ്മൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ കുറിച്ച് ഒത്തിരി പഠിക്കുന്നുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച്, അല്ലെ നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച്, നമ്മൾ കർത്താവിനെ കുറിച്ച്, അല്ലെ വിശ്വാസത്തെ കുറിച്ച്, പണത്തെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച്, ലോകത്തിലുള്ള ഓരോരോ എലമെന്റ്സിനെ കുറിച്ചും. കേൾക്കുന്നുണ്ടോ? ഹലോ,
കേൾക്കുന്നുണ്ടോ? കേൾക്കണുണ്ട്. ഓക്കെ. അപ്പോൾ ലോകത്തിലുള്ള തന്നെ അനേകം പാഠങ്ങൾ. ഓക്കെ, അപ്പൊ ഈ പാഠങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളൊരു ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴേക്കും, സപ്പോസ് ദർ ഇസ് എ ഫിനാൻഷ്യൽ നീഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഈ ലോകത്തിൽ പഠിച്ച അനേകം പാഠങ്ങളിൽ ഒന്നെടുത്താണ് നമ്മൾ ഈസി ആയിട്ട് പ്രയോഗിക്കുന്നത്. നമ്മളൊരു വ്യക്തിയോട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് പ്രയോഗിക്കും. നമ്മൾ എലമെന്ററി സ്റ്റഡീസ് നമുക്കുണ്ട്, ഈ ലോകത്തെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. അപ്പൊ ഈ പഠനങ്ങളിൽ നിന്ന് വരുന്ന ഒരു ആയുധം എടുത്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രയോഗിക്കുന്നത്. നമുക്ക് ആ സമയത്ത് അത് മറക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്, ഈവൻ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ലൈഫ് സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. ഓരോ മനുഷ്യരും നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് പ്രതികരിക്കുന്നതും അവരെ നേരിടുന്നതും ഈ എലമെന്ററി ലെസൺസ് വെച്ചാണ്. അത് ആ തക്ക സമയത്ത് നമ്മൾ മറക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് വിൽ കം അഗെയിൻ ആൻഡ് അഗെയിൻ ബാക്ക് ടു അസ്. ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിലേ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവന് ഒതുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവന്റെ ആക്രമണത്തെ നേരിടാൻ പറ്റുള്ളൂ. ഐ നോ ഹൗ ടു ഫേസ് എ ക്രൈസിസ് സിറ്റുവേഷൻ. സപ്പോസ് ഐ ആം വെരി ഇന്റലിജന്റ്, എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും നമുക്ക് മറന്നു കളയാൻ പറ്റില്ല. നമ്മളത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയെന്ന് വിചാരിച്ചു, 1 കോടി രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ ലോകത്തിന്റെ ആദ്യ പാഠം നിങ്ങളോട് എന്തായിരിക്കും പറയുന്നത്? സൂക്ഷിച്ചു വെച്ചോ, പ്രയോജനപ്പെടും, 1 രൂപയ്ക്ക് അതിന്റെ വിലയുണ്ട് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ആത്മാവ് എന്തായിരിക്കും പറയുന്നത്? ആത്മാവ് പറയുന്നത്, നീ ചുറ്റുമുള്ളവരെ നോക്ക്, നിന്റെ ചുറ്റുമുള്ളവർ എങ്ങനെ ജീവിക്കുന്നു നോക്ക്, അവർ നീഡ്സ് എന്താന്ന് നോക്ക്. നിനക്ക് നാളെ കർത്താവ് തരുമല്ലോ, കാരണം നീ കർത്താവിന്റെ മകനാണല്ലോ. അവൻ നിന്നെ പുലർത്താതിരിക്കില്ലല്ലോ. അപ്പൊ കൈ അങ്ങ് വിട ദൈവത്തിന്റെ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള പാഠം നമ്മളെ സമ്മതിക്കുന്നില്ല, കുറച്ച് കരുതിയിട്ട് കൈവിടാം. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ ഒരു ശബ്ദം, അനേക ശബ്ദങ്ങൾ. അപ്പൊ ഈ ശബ്ദങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് വിശാലമായ വഴിയുണ്ട്. മനുഷ്യരെല്ലാം അതിലാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ട്രാവൽ ദാറ്റ് വേ. പക്ഷെ അവിടെ നമ്മൾ നിന്നിട്ട് ഈ പഴയതിനോട് മരിച്ച്, ആ സർക്കംസിഷൻ അനുഭവിച്ച്, കർത്താവിന്റെ ആ മുറിച്ചുമാറ്റൽ അനുഭവിച്ച്, ആ വെള്ളത്താലുള്ള വാഷിങ്, പഴയതിനെ എടുത്തു കളയുന്ന, ഉരുക്കി കളയുന്ന ആ വാഷിങ്, ക്രിസ്തുവിന്റെ ക്രൂശിനോടുള്ള ആ ഐഡന്റിഫിക്കേഷനില്, ഏകാഗ്രതയില് ഇല്ലാതായി പോകുന്ന പഴയ ജഡം, അത് ഓരോ നിമിഷവും നമ്മൾ ആ ഒരു റിസോഴ്സസിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നിത്യജീവന്റെ ഇടുക്ക് വഴിയിലേക്ക് കയറുന്നത്. അപ്പൊ ഓരോ സെക്കൻഡിലും വി നീഡ് ടു എൻറ്റർ ഇൻടു ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ഓരോ സെക്കൻഡിലും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ പ്രലോഭനത്തിന് മുമ്പിലും, ഓരോ ക്രൈസിസിന് മുൻപിലും നമ്മൾ ക്രിസ്തുവിന്റെ ജീവനിലേക്ക്, ഇടുക്ക് വഴിയിലേക്ക്, അത് ഒരിക്കൽ കണ്ടുപിടിച്ചാൽ പോരാ, ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും ദാറ്റ് വേ ഈസ് ദെയർ, ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദാറ്റ് വേ. കാരണം നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും ഐഡിയാസും എല്ലാം ബാലപാഠങ്ങളായി നമ്മൾ ഇരിക്കുന്ന അനേകം കാര്യങ്ങൾ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നു. അതിൽ നമ്മൾ കൊരിന്തി ലേഖനം പഠിച്ചപ്പോൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് കോട്ടകൾ, ചിന്തകൾ. നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം അത് കണ്ടിരുന്നു. എന്തൊക്കെയാണ് സ്ട്രോങ് ഹോൾസ്, നമ്മുടെ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങൾ, അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആത്മാവിൽ നിന്ന് വരുന്നതല്ല, ഇതെല്ലാം ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്ന ഇത്രേ ഉള്ളൂ, നീ മുഴുവനായിട്ട് പഴയത് വെട്ടിക്കളയണം. അപ്പൊ നീ വലിയ എക്സ്പീരിയൻസ് ഒക്കെ പോകും. എക്സ്പീരിയൻസ് ഒക്കെ പോയി കഴിയുമ്പോൾ നീ ഒരു കുഞ്ഞാവും. കുഞ്ഞായി കഴിയുമ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവും. അതുവരെ നിനക്ക് മനസ്സിലാവില്ല. കാരണം യു വിൽ ഓൾവേസ് ഹാവ് എ കൗണ്ടർ ആർഗ്യുമെന്റ്. ഇതിങ്ങനെ ആയാൽ എങ്ങനെ ചെയ്യാലോ എന്നൊരു കൗണ്ടർ ആർഗ്യുമെന്റ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി ഓർക്കാനും, അവൻ ജീവിച്ച ഇടുക്ക് വഴിയിലൂടെ ജീവിക്കുവാനും, ഓരോ നിമിഷവും ജീവനെ കണ്ടെത്താൻ. ജീവൻ ആരാ? ക്രിസ്തുവാ, അല്ലെ? ജീവൻ നമ്മൾ അനുഭവിക്കുന്ന ജീവൻ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ജീവനാ, പുത്രന്റെ ജീവനാ. ഓരോ സമയത്തും പുത്രന്റെ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് എന്താവശ്യമാണ്? നമുക്ക് ഈ ഇടുക്ക് വഴിയിലേക്ക്, ഇടുക്ക് വഴി കാണാനും അതിലേക്ക് കയറാനും പറ്റണം. കാരണം ഒരൊറ്റ ഇടുക്ക് വഴി മാത്രമേ ക്രിസ്തുവിന്റെ ജീവനിലേക്കുള്ള വഴിയായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഓരോ നിമിഷവും ആ ഒരു ജീവന്റെ വഴിയിലേക്ക് കയറാനും. അപ്പൊ ഇന്നും നമ്മളെല്ലാം ഈ പ്രസംഗം പിന്നെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ 1-2 സ്ഥലത്തെങ്കിലും ഇനി മുതൽ അങ്ങോട്ട് ഇടുക്ക് വഴി കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ആർക്കും അടക്കാനാകാത്ത ആനന്ദം, ആർക്കും മനസ്സിലാകാത്ത അത്യധികമായ ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം ക്രിസ്തുവിന്റെ വഴി ഇടുക്കാണ്, ഞെരുക്കമാണ്, പക്ഷെ അവിടെ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകമുണ്ട്.
അവിടെ ദൈവത്തിന്റെ വെളിപ്പാടിന്റെ അഭിഷേകമുണ്ട്. ആ ഇടുക്ക് വഴിയിലേക്ക് നമ്മൾ കയറുമ്പോൾ കർത്താവ് അവൻ നമ്മുടെ കൂടെ നടന്ന് നമ്മെ പഠിപ്പിക്കുന്ന, അവന്റെ പരിജ്ഞാനത്തെ നമുക്ക് ഉപദേശിച്ചു തരുന്ന, ജീവനിലേക്ക് ഓരോ നിമിഷം ജീവന്റെ സൗന്ദര്യം അനുഭവിപ്പിക്കുന്ന ഒരു ഇടുക്ക് വഴി ഓരോ സെക്കൻഡിലും നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ മനുഷ്യരുമായിട്ട് പെരുമാറുമ്പോഴും അത് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വാക്ക് ഇരിക്കുമ്പോഴും വി ഹാവ് ആൻ ഓപ്ഷൻ ടു യൂസ് ദാറ്റ് നാരോ. അത് ആത്മാവിന് നമുക്ക് ഓരോ സമയത്തും ആത്മാവ് അത് കാണിച്ചു തരികയും ആത്മാവിൽ ആ ഒരു ഇടുക്ക് വഴിയിലേക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ് പ്രവേശിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വാക്യങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവനായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സെക്കൻഡിലും കർത്താവിന്റെ ജീവൻ അനുഭവിക്കുവാൻ, ആ തോട്ട് പ്രോസസ്സിലേക്ക്, യേശുവിന്റെ തോട്ട് പ്രോസസ്സിലേക്ക് പോകുവാൻ, അവിടെ നമ്മൾ സബ്മിറ്റഡ് ആകുവാൻ, വഴങ്ങുന്നവരാകുവാൻ, കീഴടങ്ങുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുത്തെ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചെന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ജീവൻ ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ ഓരോ സമയത്തും കർത്താവെ, ലോകത്തിന്റെ ലേണിങ്സിൽ നിന്ന് ഞങ്ങൾ കിട്ടിയിട്ടുള്ള പാഠങ്ങളോട് മരിക്കാൻ, കർത്താവെ, ആ പാഠങ്ങളോട് മരിച്ച് കർത്താവെ, പുതിയ ആ ക്രിസ്തുവിൻ്റെതായ ഇടുക്ക് വഴി ആത്മാവുള്ളവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന, യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്നവർക്ക് മാത്രം അറിയാൻ പറ്റും, ജീവനിലേക്ക് വളരെ ചുരുക്കം ആളുകൾ മാത്രം കിടക്കുന്ന ആ ഇടുക്ക് വഴി ആ ആനന്ദത്തിന്റെ അഭിഷേകം, കർത്താവിന്റെ ആ കൃപയുടെ നിറവ് അനുഭവിക്കുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. വചനം കേട്ട ഓരോരുത്തർക്കും കർത്താവെ ആ ഒരു ഇടുക്ക് വഴിയിലെ ആനന്ദം അനുഭവിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തന്നെ ഞങ്ങളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ആശീർവാദത്തോടെ പിരിഞ്ഞു പോകാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.